കുറ്റവാളിയെ മുദ്രകുത്തി ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ പോലീസുകാരെ ജയിലിലടയ്ക്കുവാണ്. എന്നാൽ ജയിലിലെത്തിയതിനു ശേഷം അവൻ എല്ലാവരോടും പറയുന്നു ഒരു തെറ്റും അവൻ ചെയ്തിട്ടില്ലാന്ന്, അവനൊരു നിരപരാധിയാണെന്ന്. ഇതാ ജയിലിലുള്ള ആൾക്കാർ മുഴുവൻ വിശ്വസിക്കുവാണ്. എന്നാൽ കുറച്ചുനാൾ കഴിയുമ്പോൾ അവരും മനസ്സിലാക്കുന്നു ആ ചെറുപ്പക്കാരൻ എന്തൊക്കെയോ കാര്യങ്ങൾ എല്ലാവരെയും നിന്നും മറയ്ക്കുന്നുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ അത് എന്തായിരിക്കും? എന്തിനായിരിക്കും ആ ചെറുപ്പക്കാരനെ അവർ ജയിലിൽ അടച്ചത്? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു ത്രില്ലർ മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. മച്ചന്മാരെ, എല്ലാവർക്കും സിനിമാറ്റോഗ്രാഫർ 2.0 സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 2024 പുറത്തിറങ്ങിയ സ്വർഗവാസൽ എന്ന് പറയുന്ന തമിഴ് മൂവിയാണ്. മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് ഒരു ജയില് കാണിക്കുന്നു. എല്ലാ ജയിലിലും ഉണ്ടാവുമല്ലോ ആ ജയില് കൺട്രോളിൽ വെച്ചിരിക്കുന്ന ഒരു വലിയ ഗുണ്ട. ഈ ജയിലിലെ കൺട്രോളുള്ള സിഗ എന്ന് പറയുന്ന അതുപോലെ ഒരു റൗഡീനെയാണ് ഇപ്പൊ കാണിക്കുന്നത്. സിഗയ്ക്ക് ആ ജയിലില് 3 കൂട്ടാളികൾ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ആളെ വിളിക്കുന്നത് ടൈഗർ എന്നാണ്. ആളൊരു എടുത്തുകാട്ടക്കാരനും ദേഷ്യക്കാരനുമാണ്. രണ്ടാമത്തെ ഒരു നീഗ്രോക്കാരനാണ്. എന്ത് പ്രശ്നം വന്നാലും സമാധാനപരമായിട്ട് ഡീൽ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇയാള്. മൂന്നാമത്തെ ആള് അവിടെ തന്നെയുള്ള ഒരു ലോക്കൽ തമിഴനാണ്. ഏതൊരു കാര്യത്തിലും ശരിയുണ്ടാവും തെറ്റുണ്ടാവും. നമ്മളെപ്പോഴും ശരിയുടെ ഭാഗത്ത് മാത്രമായിരിക്കണം ചിന്തിക്കുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടർ ാണ് ഇയാള്. അങ്ങനെ ജയില് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗുണ്ടയായ സിഗ. ഇവര് 3 പേരും പറയുന്ന കാര്യങ്ങൾ മാത്രമേ കേൾക്കുള്ളൂ. ഇവര് 4 പേരും ഒറ്റക്കെട്ടാണ്. അതുപോലെ സിഗ ജയിലില് എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും ഈ 3 കൂട്ടാളികളോടും അതിനെപ്പറ്റി ഷെയർ ചെയ്യുമായിരുന്നു. ഇവരുടെ ഈ കൂട്ടുകെട്ടിനെ ആ ജയിലിലുള്ള ബാക്കി കുറ്റവാളികൾക്ക് മാത്രമല്ല ആ ജയിലിലുള്ള പോലീസുകാർക്ക് വരെ പേടിയായിരുന്നു. ഇപ്പൊ കുറെ നാളുകളായി ഇവർ ഈ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇനിയും ജയിലിനെ ഇങ്ങനെ വിറപ്പിച്ച് നടക്കുന്ന ഒരു റൗഡിയായിട്ട് ഇരുന്നാ പോരാ, ഒന്ന് നന്നാവണം, ഒന്ന് ചേഞ്ച് ആവണം എന്നൊക്കെ സിഗയ്ക്ക് ആഗ്രഹം വരാൻ തുടങ്ങുവാണ് ഈ സമയത്ത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജയിലിലേക്ക് സിഗയ്ക്ക് ഒരു കോൾ വരുന്നത്. വിളിച്ചിരിക്കുന്നത് അവിടുത്തെ മന്ത്രിയാണ്. കുറച്ചു നാളായിട്ട് ഒരു IPS കാരൻ വല്ലാത്ത തലവേനയാണ്. സോ അയാളെ ഒന്ന് ഒതുക്കണം, നീ നിന്റെ ആൾക്കാരെ വിട്ട് അയാളെ ഒന്ന് തീർക്കണം എന്നാണ് മന്ത്രി പറയുന്നത്. സിഗയാണെങ്കിൽ നന്നാവും തീരുമാനിച്ചായിരുന്നല്ലോ. അതിന്റെ ഭാഗമായിട്ട് അയാൾ ആദ്യം ഈ ഒരു കൊട്ടേഷൻ നിരസിക്കുന്നു. എന്നാൽ മന്ത്രി ഈ സമയത്ത് അയാൾക്കൊരു ഓഫർ കൊടുക്കുവാണ്. ഈ കാര്യം ഭംഗിയായിട്ട് ചെയ്താ അയാളെ ജയിലിൽ നിന്ന് പുറത്താക്കി കൊടുക്കാന്ന്. അങ്ങനെ ഈ കാര്യം കേൾക്കുമ്പോൾ സിഗ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നു. അങ്ങനെ അവിടുന്ന് ഒരു ഒരാഴ്ച കഴിഞ്ഞതും ആ ജയിലിലേക്ക് ശിക്ഷ കിട്ടിയ കുറെ തടവ് പുള്ളികൾ വരുന്നു. ആ കൂട്ടത്തിൽ പാർത്ഥിപൻ എന്ന് പറയുന്ന ഈ മൂവിയിലെ നായകനും ഉണ്ടായിരുന്നു. അങ്ങനെ ജയിലിലേക്ക് എൻ്റർ ആവുന്ന സമയത്ത് അവിടെയുള്ള പോലീസുകാര് പാർത്ഥിപനോട് ചോദിക്കുവാണ് എന്ത് കുറ്റം ചെയ്തിട്ടാണ് നിനക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നതെന്ന്. ഈ സമയം പാർത്ഥിപൻ പറയുവാണ് ഒരു IPS കാരൻ മരണപ്പെട്ടു, അയാളെ കൊന്നത് ഞാനാണെന്നാണ് പറയുന്നത്. എന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണ്, അതിന്റെ പേരിലാണ് ഞാൻ ജയിലിലെത്തിയതെന്ന്. അതോടൊപ്പം തന്നെ അവൻ പറയുവാണ് സിഗ എന്ന് പറയുന്ന ഒരു റൗഡീന്റെ ആൾക്കാരാണ് ആ IPS കാരനെ കൊന്നതെന്നാണ് പറയപ്പെടുന്നത്, എന്ന് എനിക്ക് അതുമായിട്ട് ഒന്നും ഒരു ബന്ധമില്ലാന്ന്. ഇത് കേട്ടതും പോലീസുകാർ മുഴുവൻ ഒന്ന് സൈലന്റ് ആവുന്നു. ശരി, നടന്നു. ഇനി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജയിലും കൂടി പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട, അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിയാൻ നോക്കുന്നു പറഞ്ഞ് അവര് നായകനെ സെല്ലിൽ അടയ്ക്കുന്നു. അങ്ങനെ ആ ജയിലിലെ അന്തേവാസി ആയി കഴിഞ്ഞ് പാർത്ഥിവൻ എല്ലാവരോടും മാറി പറയുന്നുണ്ട് താനൊരു തെറ്റും ചെയ്തിട്ടില്ല, താൻ നിരപരാധിയാണെന്നൊക്കെ. എന്നാൽ ആരും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. ഈ സമയത്താണ് ശരിക്കും നായകൻ ആരാണ്, നായകന്റെ ലൈഫ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കാൻ തുടങ്ങുന്നത്. അമ്മയും കാമുകിയും അടങ്ങുന്ന ഒരു കുഞ്ഞു ലോകമായിരുന്നു നായകന്റേത്. പാർത്ഥിവന്റെ അമ്മയാണെങ്കിൽ അസുഖം ബാധിച്ച് ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയായിരുന്നു. തട്ടുകട നടത്തിയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അവരുടെ ആ കച്ചവടം ഒന്ന് വലുതാക്കണം, കഷ്ടപ്പാടില്ലാതെ നല്ല രീതിയിൽ ജീവിച്ചു പോകണമെന്നൊക്കെ അവർക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പാർത്ഥിവൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവന് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു അവന്റെ കാമുകിയും. അങ്ങനെ തട്ടുകടയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർത്ഥിവന്റെ അടുത്തേക്ക്, അതായത് അവിടേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാ ദിവസവും ഒരു IPS കാരൻ വരുമായിരുന്നു. ആ IPS കാരനെയാണ് പാർത്ഥിവൻ കൊന്നു എന്ന് പറയുന്നത്. എന്നാൽ ആ IPS കാരനുമായിട്ട് പാർത്ഥിവന് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ആ IPS കാരൻ മരിച്ചുപോയ പാർത്ഥിവന്റെ അച്ഛന്റെ ഒരു പരിചയക്കാരൻ കൂടിയായിരുന്നു. ആ ഒരു രീതിക്കാണ് പാർത്ഥിവനുമായിട്ടുള്ള അയാളുടെ ബന്ധം. പാർത്ഥിവന് ഈ തട്ടുകട ബിസിനസ് ഒന്ന് ഡെവലപ്പ് ആക്കണം, അതൊരു ഹോട്ടലാക്കി മാറ്റി നല്ല രീതിയിൽ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെന്ന് ആ IPS കാരന് നന്നായിട്ട് അറിയായിരുന്നു. അയാൾ അതിന് നായകനെ ഒരുപാട് ഹെൽപ്പും ചെയ്തിരുന്നു. ഒരു ഹോട്ടലായിട്ട് ഇത് കൺവേർട്ട് ആക്കണമെങ്കിൽ ഒരു വലിയ തുക ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം, അതിന് താൻ ശുപാർശ ചെയ്യാന്ന് പാർത്ഥിവനോട് ആ IPS കാരൻ പറഞ്ഞിരുന്നു. അങ്ങനെ പാർത്ഥിവനെയും കൊണ്ടുപോയി ബാങ്കിൽ സംസാരിച്ച് അയാൾ അവന് ലോണിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കി കൊടുത്തു. എന്നാൽ ലോൺ പാസ്സാവാൻ 2-3 ആഴ്ച എടുക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം IPS കാരൻ അവിടെ ആ തെരുവിൽ ഒരു ഷോപ്പ് നടത്തുന്ന വ്യക്തിയോട് അയാളുടെ വീട്ടിലെ പൈപ്പ് പൊട്ടി വെള്ളം ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഏതെങ്കിലും പണിക്കാർ അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞയക്കാൻ പറയുന്നത്. എന്നാൽ സമയം രാത്രി ആയതുകൊണ്ട് പണിക്കാരെല്ലാം അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ നേരം കഴിഞ്ഞ് കടയടച്ച് നായകൻ പോകാൻ തുടങ്ങുന്ന സമയം മറ്റേ കടക്കാരൻ ഈ കാര്യം നായകനോട് പറയുന്നു. ഇത് കേൾക്കുന്ന നായകൻ തനിക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തു തന്ന ആളല്ലേ IPS കാരൻ. സോ ഇങ്ങനൊരു സിറ്റുവേഷൻ പറയുമ്പോൾ സഹായിക്കാതിരിക്കുന്നത് മോശമല്ലേ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഞാൻ ഹെൽപ്പ് ചെയ്തോളാന്നും പറഞ്ഞ് പൈപ്പ് പൊട്ടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ അയാളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഒറ്റയ്ക്കാണ് അവൻ പോകുന്നത്. അങ്ങനെ വീട്ടിലെത്തി നോക്കുമ്പോൾ ആ IPS കാരനാണെങ്കിൽ ഉറങ്ങുമായിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന അയാളെ വിളിച്ചെഴുന്നേപ്പിച്ച് അയാളെ ശല്യപ്പെടുത്തണ്ട, പൈപ്പെല്ലാം റെഡിയാക്കിയിട്ട് പോവാം, രാവിലെ വിളിച്ച് ശരിയാക്കി എന്ന് പറയാന്ന് വിചാരിച്ച് പൊട്ടിയ പൈപ്പെല്ലാം മുറിച്ച് മാറ്റി ശേഷം പൈപ്പെല്ലാം ഒട്ടിച്ചു വെച്ച് അത് റെഡിയാക്കിയിട്ട് അവൻ അവിടുന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ അവിടുന്ന് പോകാൻ തുടങ്ങുന്ന സമയത്ത് തൊട്ട അയൽവക്കത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവനെ കാണുന്നു. ഇവനെന്തിന് ഈ സമയത്ത് ഇവിടെ വന്നതെന്ന് അയാൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ആ സീനോട് കട്ടായി അടുത്ത ദിവസം നമ്മുടെ നായകനാണെങ്കിൽ ഈ പൈപ്പ് ശരിയാക്കിയ കാര്യവും പറഞ്ഞ് ലോണിനെ പറ്റിയുള്ള കാര്യങ്ങളും ചോദിക്കാമെന്ന്
വിചാരിച്ച് ആ IPSകാരന്റെ അടുത്തേക്ക് വരുവാണ്. ഇന്നലെ ആ സമയം നായകൻ അറിയുന്നത് ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ്. ആ IPSകാരൻ ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടു. ആരോ അയാളെ വെട്ടി നുറുക്കി കൊന്നു. അങ്ങനെ ഈ കാര്യം നായകനെ വല്ലാതെ ഡൗൺ ആക്കി കളയുവാണ്. കാരണം ഇയാൾ വഴി ലോൺ എടുത്ത് ഒന്ന് പച്ച പിടിക്കാന്നൊക്കെ നായകൻ പ്ലാൻ ചെയ്തതല്ലായിരുന്നോ? അത് മാത്രമല്ല, നായകനുമായിട്ട് ഇയാൾക്ക് നല്ലൊരു ബന്ധമായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇയാളുടെ മരണത്തിൽ നായകൻ ഒരുപാട് സങ്കടപ്പെടുന്നു. അറ്റ് ദ സെയിം ടൈം പോലീസുകാരാണെങ്കിൽ IPSകാരൻ എങ്ങനെ മരിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്താൻ വേണ്ടി അന്വേഷണം എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് നായകൻ പൈപ്പ് നന്നാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് നായകനെ ഒരു വ്യക്തി കണ്ടു എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ആ വ്യക്തി ആ കാര്യം പോലീസിനോട് പറയുന്നു. സാറേ, അന്ന് ആ സമയത്ത് അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന കണ്ടപ്പോഴേ ഞാൻ അവനെ നോട്ട് ചെയ്തു. മാത്രമല്ല, അന്ന് അവന്റെ കയ്യില് ആക്സോ ബ്ലേഡ് അടക്കമുള്ള കുറെ ആയുധങ്ങളും ഉണ്ടായിരുന്നു എന്ന് അയാൾ മൊഴി കൊടുക്കുവാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നായകൻ അവിടെ കണ്ടുവെന്ന് ഇയാളിങ്ങനെ മൊഴി കൊടുക്കുമ്പോൾ പോലീസുകാരെന്താ ചിന്തിക്കുക? നായകൻ ആ കേസിൽ പങ്കുണ്ടെന്നല്ലേ. ഇതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള കേസായോണ്ട് എത്രയും വേഗം ഇത് തീരട്ടെ എന്ന് വിചാരിച്ച് ഈ കുറ്റം ചെയ്തത് നായകനാണെന്ന് പോലീസുകാർ അങ്ങുറപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നായകനെ അവർ പിടിച്ച് ജയിലിലാക്കിയത്. എന്നാൽ ഇതേ സമയം തന്നെ പാർത്ഥിവനൊരു ന്യൂസ് കിട്ടിയിരുന്നു. സിഗ എന്ന് പറയുന്ന വലിയ റൗഡിയാണ് IPSകാരനെ കൊന്നത് എന്ന്. അങ്ങനെ ഈ ജയിലിലെത്തിയതിനു ശേഷം സിഗയെ ഇതേ ജയിലാണുള്ളത് എന്നുള്ള കാര്യം നായകൻ മനസ്സിലാക്കുന്നു. അയാളെ നായകൻ ഇതുവരെ കണ്ടിട്ടില്ല. സോ അയാളെ ഒന്ന് കണ്ടുപിടിച്ച് അയാളോട് ഇതിനെപ്പറ്റി സംസാരിക്കണം. ഒരു കുറ്റവും ചെയ്യാതെ തന്നെ ഇതിനൊന്ന് ഒഴിവാക്കി തരണം എന്നൊക്കെ സംസാരിക്കണമെന്ന് നായകൻ ആഗ്രഹമുണ്ട്. എന്നാൽ അവിടെ എത്തി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നായകൻ മനസ്സിലാക്കിയെടുക്കുന്നു ഇവിടെ വെച്ച് സിഗനെ കാണാനോ സംസാരിക്കാനോ കഴിയാന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണെന്ന്. എന്തിനാ അയാൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ബ്ലോക്കിലേക്ക് ഒന്ന് പോവാന്നുള്ളത് വരെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ സെൻട്രൽ ജയിലിലേക്ക് പുതിയൊരു SP ട്രാൻസ്ഫർ ആയി വരുന്നത്. ഈ SPന്റെ ഒരു സ്വഭാവം എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ തെറ്റ് കണ്ടാൽ ഓൺ ദ സ്പോട്ടിൽ പ്രതികരിക്കും. ആളും തരം ഒന്നും അയാൾ നോക്കൂല. അത് മാത്രമല്ല, എല്ലാം തന്റെ കൺട്രോളിലാവണം എന്നുള്ള അങ്ങനത്തെ ഒരു ചിന്താഗതിയുള്ള ഒരാളും കൂടിയാണ് ഇയാള്. അങ്ങനെയുള്ള SPന്റെ മുമ്പില് ഗുണ്ടായിസ് ഒന്നും നടക്കില്ല. ഇതേ സമയത്ത് നമ്മുടെ നായകനാണെങ്കിൽ ഏത് വിധേയനെയും സിഗനെ കാണണം, സംസാരിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹമായിട്ട് നടക്കുവാണ്. അങ്ങനെ ഒരു അവസരം കിട്ടുന്ന സമയത്ത് സിഗ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ബ്ലോക്കിലേക്ക് പോകാൻ അവനൊന്ന് ശ്രമിക്കുന്നു. എന്നാൽ ഈ സമയം അവിടെയുള്ള തടവ് പുള്ളികള് അവിടേക്ക് പോകാൻ ശ്രമിക്കുന്ന അവനെ ഒരുപാട് തല്ലുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുന്നു. പാർത്ഥിവനോട് എത്തിയ സമയം മുതൽ അവനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും അവനെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു പോലീസുകാരൻ അവിടെ ഉണ്ടായിരുന്നു. അയാൾക്ക് അവനെ വലിയ കാര്യമായിരുന്നു. ആ ജയിലിലെ SP ആവണമെന്നായിരുന്നു അയാളുടെ ആഗ്രഹം. ഒരുപാട് കൊല്ലത്തെ എക്സ്പീരിയൻസും അയാൾക്കുണ്ട്. എന്നാൽ അയാൾക്ക് അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് അയാളെ പ്രൊമോഷൻ കിട്ടാതെ അങ്ങനെ നിപ്പാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പുതിയ SP അവിടേക്ക് വരുന്നത്. ആ പോലീസുകാരന് കിട്ടേണ്ട ആ പൊസിഷൻ ആണല്ലോ ഇപ്പൊ ഈ പുതുതായിട്ട് വന്ന SPക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പോലീസുകാരന് അയാളോട് ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. ഈ പുതുതായിട്ട് വന്ന SP ആണെങ്കിൽ ആള് കുറച്ച് ടെറർ ആണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അയാൾ ഏറ്റവും കൂടുതൽ തലവേദനയാവുന്നത് സിഗയ്ക്കും ടീംസിനുമാണ്. ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന തടവുപുള്ളികൾക്കിടയിൽ മയക്കുമരുന്ന് ഉപയോഗം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അയാൾ അതിന് വേണ്ട നടപടികൾ എടുക്കുന്നു. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതികളെയെല്ലാം ചെക്ക് ചെയ്യുന്ന സമയം സിഗന്റെ കൂട്ടത്തിലുള്ള ആ ആഫ്രിക്കക്കാരനില്ലേ, ആ നീഗ്രോ, അയാളെ ചെക്ക് ചെയ്യുമ്പോൾ അയാളുടെ പക്കൽ നിന്ന് ഒരു ബൈബിള് കിട്ടുന്നു. തടവുപുള്ളികളുടെ കയ്യിൽ പുറത്തുനിന്നുള്ള ഒരു സാധനവും പാടില്ല. അതുകൊണ്ട് ഈ ബൈബിൾ ഞാൻ കൊണ്ടുപോകാണെന്നും പറഞ്ഞ് ആ ബൈബിളും കൊണ്ട് അയാൾ അവിടുന്ന് പോകാൻ തുടങ്ങുന്ന സമയം ഇതൊരു ബൈബിളല്ലേ, ഇതിൽ എന്തിരിക്കുന്നു, അതുകൊണ്ട് ഇത് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ആ നീഗ്രോ SPനോട് പറയുന്നു. ഇത് കേൾക്കുന്ന SP അങ്ങനെയാണെങ്കിൽ ഞാൻ അതൊന്ന് കാണട്ടെ എന്നും പറഞ്ഞ് അതുകൊണ്ട് പോകാൻ തുടങ്ങുന്ന സമയം ആ ആഫ്രിക്കക്കാരൻ അയാളെ തടയുകയും അതിന്റെ പേരിൽ ഒരു കയ്യാങ്കളിയാവുകയും ചെയ്യുന്നു. ഇതിൽ ദേഷ്യം വരുന്ന SP ആണെങ്കിൽ ആ നീഗ്രോനെ അവിടുന്ന് പിടിച്ചോണ്ട് പോയി ഒരുപാട് ഉപദ്രവിക്കുകയാണ്. അതായത് അയാളെ പിടിച്ചോണ്ട് പോയി കെട്ടിയിട്ട് ഒരുപാട് തല്ലുന്നു. കുറെ നേരം കഴിഞ്ഞിട്ടാണ് സിഗ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത്. അയാളുടെ കൂട്ടത്തില് കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തിനെയല്ലേ പോലീസുകാർ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഈ ഒരു രീതിക്ക് ഉപദ്രവിച്ചത്. അപ്പൊ ഈ കാര്യം അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് ദേഷ്യം വരും. എന്ന ദേഷ്യം കാണിച്ചാൽ അത് വീണ്ടും പണിയാവുമെന്ന് മനസ്സിലാക്കി അയാളാണെങ്കിൽ സൗമ്യമായിട്ട് പോലീസുകാരോട് റിക്വസ്റ്റ് ചെയ്യുന്നു അവനെ വിട്ടു തരണമെന്നും പറഞ്ഞിട്ട്. എന്ന് SP അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അവിടുന്ന് കുറച്ചു ദിവസം കൂടി ആ ഒരു രീതിക്ക് തന്നെ അവനെ ട്രീറ്റ് ചെയ്യുന്നു. അവനെ ഒരുപാട് തല്ലുകയും അവന് ഫുഡ് പോലും കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുവാണ്. അങ്ങനെ പോലീസുകാരുടെ ഈ ക്രൂരതകൾക്കൊടുവില് ആ ആഫ്രിക്കക്കാരൻ മരിച്ചു പോകുന്നു. ഈ കാര്യം അറിയുന്ന സമയത്ത് സിഗയാണെങ്കിൽ ആകെ തകർന്നു പോകുന്നു. അത് മാത്രമല്ല, പോലീസുകാരോട് അവന് ഭയങ്കര ദേഷ്യമാവുകയാണ്. കാരണം ഇത്രയും നാളും കൂടെ കട്ടയ്ക്ക് നിന്ന ഒരു വ്യക്തിയാണ് മരണപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ആ ക്രോധം കൊണ്ട് സിഗ അവന്റെ ബാക്കി രണ്ട് കൂട്ടാളികളോട് പറയുവാണ് ഈ ജയില് തന്നെ ഇല്ലാതാക്കണമെന്ന്. എന്നാൽ ഇത് കേൾക്കുന്ന കൂടെയുള്ള തമിഴനില്ലേ, അയാള് പറയുവാണ് എടുത്തിയാടി ഒന്നും ചെയ്യണ്ട, സമാധാനപൂർണ്ണമായിട്ട് നമുക്ക് എന്ത് വേണമെന്ന് ആലോചിക്കാം, അതിനനുസരിച്ച് ചെയ്യാന്ന്. ഇത് കേൾക്കുന്ന സിഗ ഒന്ന് അടങ്ങുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാന്ന് അവര് പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നു. ശരിക്കും അവരുടെ പ്ലാൻ എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ നീഗ്രോനെ ആ SPയും പോലീസുകാരും കൂടി ഈ ഒരു രീതിക്ക് ദ്രോഹിച്ചു വന്ന കാര്യങ്ങളെല്ലാം എങ്ങനെയെങ്കിലും പുറത്തറിയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്ന് ഇത് ചെയ്ത് അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം, അവർക്കൂടെ ഒരു മുട്ടം പണി കൊടുക്കണം. അങ്ങനെ അതിനുവേണ്ടി അവർ കുറച്ച് നാൾ വെയിറ്റ് ചെയ്യുന്നു. ക്രിസ്മസ് ടൈമില് ജയിലിൽ നടക്കുന്ന സെലിബ്രേഷൻ എല്ലാം കവർ ചെയ്യാൻ വേണ്ടി പ്രസും മീഡിയാസ് എല്ലാം വരും എന്നുള്ള കാര്യം ഇവർക്ക് അറിയായിരുന്നു. ആ സമയം അവർ ത്രൂ ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാന്നാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ ഈ കാര്യം എങ്ങനെയോ ചോരുന്നു. SP ഇതെല്ലാം അറിയുന്നു. അങ്ങനെ അയാളത് വേണ്ട രീതിയിൽ ഡീൽ ചെയ്യുവാണ്. അതായത് ആ കാര്യങ്ങൾ പുറത്തു വരാതെ അയാൾ നോക്കുന്നു. എന്നാൽ ഇതേ സമയം നായകനാണെങ്കിൽ സിഗനെ കാണാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവനെ കൊണ്ട് അതിന് കഴിയുന്നില്ല. അത് മാത്രമല്ല, സിഗനെ കാണാൻ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ അറിഞ്ഞ സിഗന്റെ വലങ്കൈയായ ടൈഗർ നായകനെ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നു. ഇതേ സമയത്ത് നായകനോട് അനുകമ്പയുള്ള അവിടുത്തെ ആ പോലീസുകാരനെ അറിയുവാണ്. അങ്ങനെ അയാൾ ഈ കാര്യം അവിടുത്തെ SPനെ അറിയിക്കുന്നു. സാർ, എത്ര വേഗം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ പയ്യന്റെ ജീവനാപത്താണ്. ഇങ്ങനെ ആ പോലീസുകാരൻ പറയുമ്പോൾ അതിന്
അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയ SP ആണെങ്കിൽ നായകനെ അവിടുന്ന് ഫുഡ് സെക്ഷനിലേക്ക് മാറ്റുന്നു. കാരണം നായകന് ഫുഡ് ഉണ്ടാക്കുന്നതിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ആ കാര്യവും പറഞ്ഞാണ് നായകനെ മാറ്റുന്നത്. ഇത്രയും നാളും സിഗന്റെ ആൾക്കാര് നായകനെ ഒരുപാട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുവായിരുന്നില്ലേ. ഇപ്പൊ ഈ കുക്കിംഗ് സെക്ഷനിലേക്ക് മാറിയതിനു ശേഷം നായകനോട് ഒരുപാട് സമാധാനം കിട്ടുന്നു. അങ്ങനെയിരിക്കുന്ന അതേസമയം തന്നെ SP മറ്റൊരു കാര്യം പ്ലാൻ ചെയ്യുവാണ്. SP ആ നീഗ്രോനെ കൊന്ന കാര്യങ്ങളെല്ലാം ഏത് വിധേനയും സിഗയെ ആൾക്കാരും പുറത്തെത്തിക്കും. സോ അതെന്നേക്കുമായിട്ട് തടയാനായിട്ട് നായകനെ ഉപയോഗിക്കാന്ന്. അയാൾ ഓൾറെഡി നായകനെ പറ്റി മനസ്സിലാക്കിയിരുന്നു. അതായത് സിഗന്റെ ആൾക്കാർ ചെയ്ത കുറ്റത്തിന്റെ പേരിലാണ് നായകൻ ജയിലിൽ വന്നിരിക്കുന്നതെന്നൊക്കെ. അങ്ങനെ അയാൾ നായകന്റെ അടുത്ത് ചെന്ന് നായകനോട് പറയുവാണ്, ശരിക്കും സിഗന്റെ ആൾക്കാർ ചെയ്ത കുറ്റത്തിന്റെ പേരിലല്ലേ നീ ജയിലിൽ എത്തിയിരിക്കുന്നത്. സോ അതിൽ നിന്ന് നിന്നെ സേവ് ചെയ്യാനായിട്ട് ഞാൻ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. നീ എന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ നിന്നെ ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താം. ഇത് കേൾക്കുന്ന സമയത്ത് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ട് പാവം നമ്മുടെ നായകൻ അതിനൊക്കെ പറയുന്നു. അങ്ങനെ നായകനെ കൊണ്ട് ആ SP ജയിക്കുന്ന എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം സിഗ കഴിക്കുന്ന ഫുഡില് അയാൾ നായകനെ കൊണ്ട് എന്തോ മരുന്ന് ഇടിപ്പിക്കുന്നു. അത് കഴിച്ചതും സിഗയ്ക്ക് വയ്യാതാവും. അപ്പൊ അയാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അയാളെ വേണ്ട രീതിക്ക് ഡീൽ ചെയ്യാന്നാണ്. അങ്ങനെ നായകൻ അതിനെല്ലാം ഓക്കെ പറഞ്ഞ് അത് വേണ്ട രീതിയിൽ ചെയ്യുന്നു. അങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് SP സിഗേനോട് സംസാരിച്ച് തന്നെ ഈ കേസിൽ നിന്ന് ഊരിത്തരുന്നൊക്കെയാണ് നായകൻ വിചാരിച്ചത്. എന്നാൽ SP അവനെ പറ്റിച്ചതായിരുന്നു. സിഗയ്ക്ക് കഴിക്കാനുള്ള ഫുഡില് SP അവനെ കൊണ്ട് ഇടിച്ചത് വിഷമായിരുന്നു. അങ്ങനെ അത് കഴിച്ച് വയ്യാതായി സിഗേനെ ആശുപത്രിയിലേക്ക് അവർ കൊണ്ടുപോകുന്ന സമയം അയാൾ മരണപ്പെടുവാണ്. അങ്ങനെ അയാൾ ഇല്ലാതാവുന്നതോടെ എല്ലാം ഒതുങ്ങുന്നാണ് SP വിചാരിച്ചത്. എന്നാൽ സിഗേന്റെ മരണ വാർത്ത ജയിലിൽ അറിഞ്ഞതും സിഗേന്റെ ആ 2 കൂട്ടാളികൾക്കും ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയാതായി പോകുന്നു. അതായത് ടൈഗറും തമിഴനും കൂടി സിഗ പറഞ്ഞ പോലെ ഇനി ജയില് തന്നെ തകർക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു. അങ്ങനെ സെല്ലൊക്കെ പൊളിച്ച് സിഗേന്റെ ആ കൂട്ടാളികളും അവരുടെ ആൾക്കാരും പുറത്തു വന്ന് അവിടെയുള്ള പോലീസുകാരെ എല്ലാം കൊന്നുകളഞ്ഞ് ആ ജയിലിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഈ കാര്യങ്ങളെല്ലാം പുറത്തുള്ള രാഷ്ട്രീയക്കാരും മറ്റു ഉദ്യോഗസ്ഥരെല്ലാം അറിയുവാണ്. അങ്ങനെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ആലോചിച്ച് എല്ലാവരും SP-നെ കോൾ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ SP-ക്ക് ഇത് വലിയ തലവേനയായി മാറുവാണ്. അങ്ങനെ എത്രയും വേഗം ഈ കേസ് ഒതുക്കി തീർക്കണമെന്ന് ഹയർ അതോറിറ്റീസ് പറയുന്നുണ്ട്. അയാൾ സിഗന്റെ ആൾക്കാരായ ടൈഗറിനോടും തമിഴിനോടും സംസാരിക്കാന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഈ ആവശ്യം ഉന്നയിച്ച് അയാൾ അവരുടെ അടുത്തേക്ക് എത്തുവാണ്. അങ്ങനെ ഈ ജയിലിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കണം, സമാധാനം പാലിക്കണം എന്നൊക്കെ അയാൾ പറയുന്ന സമയത്ത് തമിഴൻ പറയുവാണ്, ഞങ്ങൾ ഈ പ്രക്ഷോഭങ്ങളെല്ലാം നിർത്തണമെങ്കിൽ ഞങ്ങളുടെ 2 ഡിമാൻഡ്സ് നിങ്ങൾ അംഗീകരിക്കണം. ഒന്നാമത്തെ കാര്യം സിഗ എങ്ങനെയാ മരിച്ചെന്നുള്ളത് ഞങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഈ ജയിലിൽ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് ഇവിടെയുള്ള കുറ്റവാളികളെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട്. അത് നിങ്ങൾ നിർത്തലാക്കണം. എന്നാൽ അവരുടെ ഈ 2 ഡിമാൻഡ്സും SP അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് അവിടെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഇത് SP-ക്ക് ഒരുപാട് പ്രഷർ വീണ്ടും ഉണ്ടാക്കുവാണ്. അങ്ങനെ ജയിലിൽ ഈ പ്രശ്നങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നായകൻ വിചാരിക്കുവാണ് ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാലോ എന്ന്. അങ്ങനെ അവൻ അതിനുവേണ്ട ശ്രമങ്ങളെല്ലാം തുടങ്ങുന്നു. ഇതേ സമയം തന്നെ ടൈഗറും തമിഴനും പ്ലാൻ ചെയ്യുവാണ്. ജയിലിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം ഒന്നും കൂടി രൂക്ഷമാവണമെങ്കിൽ ജയിലിൽ ഇപ്പൊ 3 MLA-മാരുണ്ട്, അവർക്ക് എന്തെങ്കിലും സംഭവിക്കണമെന്ന്. അങ്ങനെ ഈ പ്രശ്നം ആളി കത്താൻ വേണ്ടി അതിലൊരു MLA-നെ അവർ കൊല്ലാൻ തീരുമാനിക്കുന്നു. ഇതേ സമയം ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന നായകൻ ഈ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന MLA-മാരെ അറിയിക്കണം. ഇതിലവരെ ഹെൽപ്പ് ചെയ്താ അവർക്കൊന്നും സംഭവിക്കാതെ അവരിവിടുന്ന് രക്ഷപ്പെടുത്താൻ സഹായിച്ച തീർച്ചയായിട്ടും തന്നെ അവർ സഹായിക്കുമെന്ന് നായകൻ മനസ്സിലാക്കുന്നു. അങ്ങനെ അവരുടെ കൂടെ നിൽക്കാമെന്ന് നായകൻ പ്ലാൻ ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം, അതായത് ടൈഗറും ആ തമിഴിനും കൂടി പ്ലാൻ ചെയ്ത ഈ കാര്യങ്ങളെല്ലാം, അതായത് MLA-മാരെ കൊല്ലാൻ വേണ്ടി അവരിട്ട പ്ലാനുകളെല്ലാം നായകൻ SP-നെ അറിയിക്കുകയും ചെയ്യുന്നു. ഇങ്ങനൊരു കാര്യം നടന്നാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് SP-ന്റെ ജോലിനെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കാര്യം അറിയുന്ന SP ഇത് ഏത് വിധേനയും തടയണമെന്ന് തീരുമാനമെടുക്കുന്നു. അങ്ങനെ MLA-മാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ഈ പ്രശ്നങ്ങൾ ഇത്രയധികം രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുന്ന ആ ടൈഗറിനെയും തമിഴിനെയും വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയം ഇതെല്ലാം കാണുന്ന അവരുടെ കൂട്ടാളികളായ ബാക്കി തടവുപുള്ളികൾ SP-നെയും സംഘത്തിനെയും വളയുന്നു. അങ്ങനെ അവർ SP-നോട് ചോദിക്കുവാണ്, ഞങ്ങളുടെ സിഗ എങ്ങനെയാ മരിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയണമെന്ന്. എന്നാൽ ഈ സമയം തടി തപ്പുന്ന രീതിയിൽ അയാൾ പാർത്ഥിവന്റെ തലയിലേക്ക് അതെല്ലാം ഇടാൻ നോക്കുന്നു. ഇപ്പോഴാണ് അയാളുടെ ചതിയെല്ലാം നായകൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആകെ ദേഷ്യം വന്ന് നമ്മുടെ നായകൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്നെ കൊടുക്കാന്നുള്ളതായിരുന്നു നിന്റെ ലക്ഷ്യമില്ല എന്ന് ചോദിച്ചിട്ട് ദേഷ്യം കൊണ്ട് ഒരു കത്തിയെടുത്ത് അയാൾ അവിടെ വെച്ച് കുത്തിക്കൊല്ലുന്നു. സിഗനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നായകനെ ഈ കേസിൽ നിന്ന് പുറത്തിറക്കാന്നുള്ള അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടല്ലേ നായകനെ അയാൾ കൂടെ നിർത്തിയത്. എന്നാൽ വിശ്വാസവഞ്ചന ചെയ്തതും പോരാഞ്ഞിട്ട് അയാൾ നായകനെ ചതിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഇത്രയും ദേഷ്യം വന്ന് നായകൻ അയാളെ കൊന്നുകളഞ്ഞത്. എന്തായാലും ഈ ഒരു കാര്യത്തോടു കൂടി ജയിലിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എല്ലാവരും മരണപ്പെട്ടു. ടൈഗർ, സിഗ, ആഫ്രിക്കക്കാരൻ, തമിഴൻ, അതുപോലെ ഈ SP-യും. അങ്ങനെ ജയില് ശാന്തമാവുന്നു. ശേഷം ജയില് പോലീസുകാരുടെ കൺട്രോളിലേക്ക് തന്നെ വരുവാണ്. ഈ SP മരണപ്പെട്ടതോടെ നായകനോട് അനുകമ്പയുള്ള ആ പോലീസുകാരുടെ കയ്യിലേക്കാണ് ജയിലിന്റെ കൺട്രോൾ വരുന്നത്. ഈ ഒരു പൊസിഷൻ കിട്ടണമെന്നായിരുന്നല്ലോ അയാളും കുറെ നാളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പൊ അയാൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നു. എന്നാൽ നമ്മുടെ നായകന്റെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം അത് വ്യാജമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നായകൻ ആ ജയിൽ വിട്ട് പുറത്തേക്ക് പോകാനും കഴിഞ്ഞില്ല. പോരാത്തതിന് നായകൻ അവിടെ വെച്ച് ആ SP-നെ കുത്തിക്കൊല്ലുകയും ചെയ്തില്ലേ. എന്നാൽ നായകൻ അന്ന് അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന MLA-മാരെ സഹായിച്ചില്ലായിരുന്നോ. അതുകൊണ്ട് പുറത്തിറങ്ങിയതിനു ശേഷം അവരതിന് നന്ദി കാണിക്കുവാണ്. പുറത്ത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നായകന്റെ അമ്മയ്ക്കും കാമുകിക്കും അവരെ ആഗ്രഹിച്ച രീതിയിൽ ഒരു ഹോട്ടൽ തുടങ്ങാനുള്ള കാര്യങ്ങളെല്ലാം അവർ സെറ്റാക്കി കൊടുക്കുന്നു. അതോടുകൂടി അവരുടെ ജീവിതം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു. ഈ കാര്യങ്ങളെല്ലാം ജയിലിൽ കിടക്കുന്ന നായകൻ അറിയുന്നുണ്ട്. താൻ കഷ്ടപ്പെടുവാണെങ്കിലും തന്റെ കുടുംബം പുറത്ത് ഓക്കെയാണല്ലോ എന്ന് വിചാരിച്ച് അവൻ ഒരുപാട് സമാധാനപ്പെടുന്നു. ഇപ്പൊ ജയിലിൽ പോലീസുകാരുടെ കൺട്രോളിലായോണ്ട് അവിടെ അവന് വലിയ കഷ്ടപ്പാടൊന്നും വരുന്നുമില്ല. അങ്ങനെ ഈ ഒരു രീതിക്ക് നായകന്റെ ജീവിതം മുന്നോട്ട് പോകുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ എൻഡ് ചെയ്യുന്നു.
അപ്പം മച്ചന്മാരെ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? ഞങ്ങൾ ചെയ്യുന്ന ഈ മൂവീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. ദെൻ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.